കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനം നടത്തിയതോടെ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളും ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ അഗ്നിപരീക്ഷയുടെ വക്കിലാണ്. ഏപ്രിൽ 9-ന് വിധി എഴുത്ത്, മെയ് 4-ന് വിധി പ്രഖ്യാപനം. അധികാരം ആർക്കൊപ്പം നിൽക്കും? വീണ്ടും ഒരു ഭരണ തുടർച്ചയെന്ന സ്വപ്നം LDF സാക്ഷാത്കരിക്കുമോ? അതോ ഭരണമാറ്റമെന്ന ലക്ഷ്യത്തിലേക്ക് UDF മുന്നേറുമോ? അതോ രാഷ്ട്രീയ അട്ടിമറികൾക്ക് NDA തുടക്കം കുറിക്കുമോ? ചോദ്യങ്ങൾ അനവധി നിരവധിയാണ്. ജനഹിതത്തിൽ വികസനം ചർച്ചയാവുമോ? വിലക്കയറ്റത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ. തൊഴിലില്ലായ്മയുടെ നടുവിൽ നിൽക്കുന്ന യുവതലമുറ ആർക്ക് വോട്ട് ചെയ്യും? വോട്ട് ചെയ്യാനെത്തുന്ന ഓരോ വോട്ടറുടെയും മനം മാറ്റാൻ മുന്നണികൾക്ക് ഇനി മുന്നിലുള്ളത് ദിവസങ്ങൾ മാത്രം. ഓരോ മണ്ഡലത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഓരോ വോട്ടിനും 100 വോട്ടിന്റെ വില. ഓരോ തെരുവോരങ്ങളിലും ചായക്കടകളിലും ഇപ്പോൾ ചർച്ച ഒന്നേയുള്ളൂ: ഭരണം മാറുമോ അതോ നിലനിൽക്കുമോ? കേരള ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ത്രികോണ മത്സരത്തിനാണ് ഇത്തവണ കളമൊരുങ്ങുന്നത്. 3 പ്രധാന മുന്നണികളും തങ്ങളുടെ സർവ്വസന്നാഹങ്ങളുമായാണ് അങ്കത്തട്ടിൽ ഇറങ്ങുന്നത്. തുടർച്ചയായ 3-ാം തവണയും അധികാരം നിലനിർത്തി ചരിത്രം കുറിക്കാനാണ് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് അവരുടെ വിശ്വാസം. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിക്കൊണ്ട് LDF ഒരു മുഴം മുന്നിലെത്തി കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ തവണത്തെ പിഴവുകൾ തിരുത്തി വൻ തിരിച്ചുവരവിനാണ് UDF തയ്യാറെടുക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ഭരണവിരുദ്ധ വികാരവും അഴിമതി ആരോപണങ്ങളും ആയുധമാക്കി ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് UDF പ്രചാരണം നയിക്കുന്നത്. പ്രമുഖ നേതാക്കൾ കൂടി നേരിട്ട് മത്സര രംഗത്തിറങ്ങുന്നതോടെ പോരാട്ടം കനക്കുമെന്നുറപ്പ്. കേരള രാഷ്ട്രീയത്തിൽ തങ്ങൾ വെറുമൊരു കാഴ്ചക്കാരിലെന്ന് തെളിയിക്കാനാണ് NDAയുടെ പുറപ്പാട്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകളും തൃശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ വർദ്ധിച്ച സ്വാധീനവും വോട്ടാക്കി മാറ്റാൻ BJP നേതൃത്വത്തിലുള്ള സഖ്യം തന്ത്രങ്ങൾ മെനയുന്നു. പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന നിർണായക ശക്തിയായി NDA മാറുമെന്നും വിലയിരുത്തുന്നുണ്ട്. വേനൽക്കാലത്തെ കനത്ത ചൂടിനേക്കാൾ വലിയ ആവേശമാണ് കേരളത്തിലെ രാഷ്ട്രീയ ക്യാമ്പുകളിൽ. സോഷ്യൽ മീഡിയകളിൽ സൈബർ പോരാളികൾ ഏറ്റുമുട്ടുമ്പോൾ താഴെത്തട്ടിൽ കുടുംബയോഗങ്ങളും കാൽനട ജാഥകളും സജീവമാണ്. തൃശൂർ, തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ ഹോട്ട് സീറ്റുകളിൽ ആര് വാഴും എന്ന് പ്രവചിക്കുക അസാധ്യമാണ്. സ്ഥാനാർത്ഥി നിർണയം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ചൂടുള്ള വാർത്തയാണ്. തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ചൊല്ലി പാർട്ടികൾക്കുള്ളിൽ തന്നെ പുകയുന്ന അതൃപ്തികൾ വെളിവാകുന്നുണ്ട്. വിമത നീക്കങ്ങളും തന്ത്രപരമായ കൂറുമാറ്റങ്ങളും സീറ്റിനായുള്ള വാശിയേറിയ തർക്കങ്ങളും. ഈ പടലപ്പിണക്കങ്ങൾ വോട്ടെടുപ്പിനെ എങ്ങനെ ബാധിക്കും? വോട്ടർമാർ ഇത് എങ്ങനെ വിലയിരുത്തും? ഇനിയുള്ളത് പ്രചാരണത്തിന്റെ അവസാന 24 ദിനങ്ങൾ. ഈ 24 ദിവസത്തിനുള്ളിൽ കേരളം മാറുമോ? രാഷ്ട്രീയ സമവാക്യങ്ങൾ അട്ടിമറിക്കപ്പെടുമോ? രാഷ്ട്രീയവും അധികാരവും സ്വാധീനവും ഒത്തുചേരുന്ന ഈ ചതുരംഗ കളരിയിൽ ജനം ആരുടെ പക്ഷം പിടിക്കും? കേരളം കാത്തിരിക്കുകയാണ്.